ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് ചീര മാങ്ങ തോരൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം കേട്ടോ. ഇതിന് ആവശ്യമുള്ള ചീര ആദ്യം മുറിച്ചെടുക്കുക. അതിൻ്റെ തണ്ട് ഭാഗം ഞാൻ നേരത്തെ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ തോരന് വേണ്ടത്. ഒരു ചെറിയൊരു മാങ്ങ ചെറുതായിട്ട് നേരിയതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ആദ്യം തന്നെ നമ്മുടെ ആ തണ്ട് വേവിച്ചെടുക്കണം. തണ്ട് വേഗം ഇത്തിരി സമയമെടുക്കും. തണ്ട് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇട്ടാൽ മതി കേട്ടോ. വെള്ളം അധികം കൂടിപ്പോകരുത്. ചീരന്ന് ഓൾറെഡി വെള്ളം വരുമല്ലോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ പകുതി വേവ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഒതുക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നേരിയതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. കാരണം അധികം ഇനി വേവില്ല ചീരക്ക്. പെട്ടെന്ന് മാങ്ങ വെന്ത് കുഴയുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനൊരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരാവശ്യത്തിന് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 ഉള്ളിയുണ്ട്. പിന്നെ കറിവേപ്പില. ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരയും മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒതുക്കിയതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആവി കയറ്റിച്ചേക്കാം. അപ്പോൾ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീര മാങ്ങ തോരൻ റെഡിയായി. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ചീരയുടെ മാങ്ങയുടെ ആ ബ്ലെൻഡായിട്ടുള്ളൊരു സ്മെല്ലുണ്ടല്ലോ. നല്ല ചൂട് ചോറിനൊക്കെ കൂടി ഇതും കുഴച്ച് കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ തോരൻ എങ്ങനെയുണ്ടെന്ന് കമൻ്റ് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.